ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതുമാത്രമല്ല, വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റും ആവുന്നില്ല, അത്രക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ അല്ലെങ്കിൽ ഓവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഓവനും എയർ ഫ്രയറൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വേഗം തന്നെ നമ്മളെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബൗൾ ആയാലും മതി കേട്ടോ. നീളത്തിലുള്ളത് വേണം, റൗണ്ടിലുള്ളത് നമുക്ക് ചിക്കൻ ഒന്ന് പരത്തി വെക്കാനായിട്ട് ഉള്ളത് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിലുള്ളത് എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിൽ ഞാനിതിൽ ചെയ്യുന്നത് പോലെ തന്നെ സെയിം മസാലയും എല്ലാം ഇട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോക്ക് അടുത്താണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കനിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല ഇതിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ് പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എരിവിന് ഇപ്പോൾ പെപ്പർ പൗഡർ 1 ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കാർക്ക് അത്യാവശ്യം നല്ല എരിവ് വേണ്ടതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഇനി വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മസാല നന്നായിട്ട് ആ ചിക്കനിലൊന്ന് തേച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെഗ് പീസ് ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ലെഗ് പീസ് അല്ലാത്ത ചിക്കനാണ് കേട്ടോ, മിക്സഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിന്നില്ലാതെയും ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ട്രൈപോഡ് ഒന്ന് കേടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഒരു കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇളകി പോകുന്നത്. ഇങ്ങനെ കുറച്ച് ഇടുങ്ങിയിട്ടുള്ള ചെറിയ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കനിൽ നിറഞ്ഞു നിന്നിട്ട് അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെറിയ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഈ ഒരു ചിക്കൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/2 പീസ് വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടറ്റോയുടെ പകുതിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പിന്നെ ലെമണിൻ്റെ 2 പീസാക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ലെമൺ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നാരങ്ങ പീസാക്കിയിട്ട് തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ നാരങ്ങയൊക്കെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വെന്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ചിക്കനിൽ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലെ ഓരോ വെജിറ്റബിൾസും ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് പരത്തി വെച്ചിട്ട്
ഇനി ഇത് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പൊതുവേ ഞാൻ ചിക്കൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റാണ് ഫ്രൈ ചെയ്തെടുക്കൽ. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കും, എന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഞാൻ വിട്ടുപോയതാണ് പറയാൻ. ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിക്സാക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി, അടച്ച് വെച്ചിട്ട്. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തപ്പോഴും വെള്ളമൊന്നും ഒട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നോർമലി അതിൽ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നോൺ സ്റ്റിക്ക് പാനിലാണെന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ, എങ്കിലേ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഇതിൽ കിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ ആ ഫ്രൈ ചെയ്തിട്ടുള്ളതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിലും ഓവനിൽ തന്നെ ശരിയാവുള്ളൂ. എങ്കിലും നമ്മൾ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും ഇട്ട് ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്കിന്നോട് കൂടി എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞ പോലെ കാണുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കഴിച്ചാൽ മതി. നമ്മൾ സ്കിന്നോട് കൂടിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ എണ്ണയും എല്ലാം ആ ഒരു മസാലയിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്കിന്നോട് കൂടിയിട്ട് എടുക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ സ്കിൻ ഒഴിവാക്കിയിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, സ്കിന്നോട് കൂടിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഈ ഒരു ചിക്കന് അത്യാവശ്യം കുറച്ച് ഗ്രേവിയും മസാലയൊക്കെ ഉണ്ടാവും. ആ ഒരു മസാലയാണ് ചിക്കൻ്റെ എല്ലാവരും ടേസ്റ്റ് ഉണ്ടാവുക, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഉള്ളി വഴറ്റിയെടുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. പിന്നെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ റെൻകാക്ക ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തന്നില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ടും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വേവായിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ അടിഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.